ഹായ് എവറി വൺ, നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിലെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂട്ട് സ്ട്രാപ്പ് കണ്ടെയ്നേഴ്സിനെ കുറിച്ചിട്ടും ടൈപ്പോഗ്രഫിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് എന്താണ് ബൂട്ട് സ്ട്രാപ്പ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ, ആക്ച്വലി ബൂട്ട് സ്ട്രാപ്പ് നമുക്ക് രണ്ട് വിധത്തിലുള്ള ടു ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കണ്ടെയ്നേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് കണ്ടെയ്നറും, രണ്ടെന്താണ് കണ്ടെയ്നർ ഫ്ലൂയിഡും. ഇത് രണ്ടും പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ രണ്ട് കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ബോക്സസ് ഒക്കെ, അപ്പോൾ ഒരു എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു സ്ക്വയർ ബോക്സ് കണ്ടോ, ഒരു യെല്ലോ കളർ ബോക്സ് കണ്ടില്ലേ, റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഇത്തരത്തിലുള്ള ഒരു ബോക്സിനാണ് നമ്മൾ ആക്ച്വലി ഈ ടെക്സ്റ്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സ് നമുക്ക് ഒരു കണ്ടെയ്നർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ക്ലാസ്സസും യൂസ് ചെയ്യുന്നത്. അതായത് കണ്ടെയ്നർ ക്ലാസ്സും അതുപോലെ തന്നെ കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സും. ഈ രണ്ട് ക്ലാസ്സസും ബൂട്ട് സ്ട്രാപ്പ് തരുന്നതാണ്, അല്ലെങ്കിൽ പ്രീ ബിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമ്മളൊന്നും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അതിനെ യൂസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ രണ്ട് ക്ലാസ്സസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, കണ്ടെയ്നർ ക്ലാസ് പ്രൊവൈഡ്സ് എ റെസ്പോൺസീവ് ഫിക്സഡ് വിത്ത് കണ്ടെയ്നർ. കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് ഇത് രണ്ട് കണ്ടെയ്നേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രണ്ട് കണ്ടെയ്നേഴ്സും എന്താണ്, റെസ്പോൺസീവ് ആണെന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. ഓക്കെ, കണ്ടെയ്നറും കണ്ടെയ്നർ ഫ്ലൂയിഡും എന്താണ്, റെസ്പോൺസീവ് ആണ്. എന്താണ് റെസ്പോൺസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെബ്സൈറ്റുകൾ കാണാം. അപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ, അപ്പോൾ ഈ W3 സ്കൂൾ, ഇപ്പോൾ W3 സ്കൂൾ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സ്ക്രീനിനെ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഹെഡർ ഉണ്ട്. ഇതിന്റെ ഒരു ലേഔട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഒരു ഹെഡർ ഉണ്ട്, കണ്ടോ, ഇതൊരു ഹെഡർ. ഈ ഹെഡറിലാണ് നമ്മൾ ലോഗോ, സെർച്ച് ബട്ടണ്, കുറച്ച് ബട്ടണുകൾ, കാര്യങ്ങൾ, സൈൻ ഇൻ ബട്ടൺ, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ താഴെ നാവിഗേഷൻ ബാർസുകളുണ്ട്, HTML, CSS, ഏത് പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള നാവിഗേഷൻ ബാർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ വേറെ കുറച്ച് ടാബുകളുണ്ട്, കണ്ടോ, ഏത് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടാബ്സുകൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ ഇതിനാണ് നമ്മൾ സൈഡ് ബാർ എന്ന് പറഞ്ഞത്. ഓക്കെ, സൈഡിൽ ഒരു ചെറിയൊരു നാവിഗേഷൻ ബാർ പോലെ തന്നെ ഒരു സംഭവം സൈഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് സൈഡ് ബാർ എന്ന് പറയും. ഈ ഒരു സൈഡിലാണ് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ ഈ ഒരു ലേഔട്ട്, ഓക്കെ, നമ്മൾ W3 സ്കൂളിന്റെ പ്രത്യേകത, W3 സ്കൂൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ക്രീനിലും, എല്ലാ ഡിവൈസസിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തു, ഇനി അതല്ല ഇതിലും വലിയ സ്ക്രീനുകൾ ഉണ്ടാവാം, ആ വലിയ സ്ക്രീനിൽ ഓപ്പൺ ചെയ്യാൻ പറ്റണം. അതല്ല ഇനി ചെറിയ സ്ക്രീനിലോട്ട്, അതായത് സ്മോൾ ഡിവൈസസ് ആയിട്ടുള്ള ഫോണ്, ടാബ്ലറ്റ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ W3 സ്കൂളിലെ കോണ്ടന്റുകളൊന്നും മിസ് ആവാതെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ആയി കാണിക്കേ വേണ്ടേ. അപ്പൊ അങ്ങനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വെബ്സൈറ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഈ ഒരു വിധത്തിലായിരിക്കും കാണിക്കുക. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, കണ്ടോ. ഓക്കെ, ഇൻസ്പെക്ട് എടുക്കുക. ഓക്കെ, ഇൻസ്പെക്ട് എടുത്തിട്ട് ഞാൻ കുറച്ചൊന്നും കൂടെ താഴേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇൻസ്പെക്ട് എടുക്കുക. ഇനി ഇവിടെ കണ്ടോ, ഈ താഴെ ഞാൻ മൗസ് കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കണ്ടോ ഈ സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ, ഈ ടോഗിൾ ബട്ടൺ, ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ആദ്യം ഇനീഷ്യലി ഇത് ലോഡ് ചെയ്ത് വരുമ്പോൾ മേ ബി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഇൻസ്പെക്ട് എടുക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു വ്യൂവിലോട്ട് മാറുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ മുകളിൽ കാണാൻ പറ്റും ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിൽ ഡിവൈസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ഡൗൺ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും iPhone SE, iPhone XR, iPhone 12 Pro, കണ്ടോ. അപ്പൊ ഈ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ ഇതിൽ കാണുന്ന ഡിവൈസസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിത് അറിയാൻ പറ്റും എങ്ങനെയാന്നുള്ളത്. അതായത് iPhone SE ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ iPhone SEയിലെ W3 സ്കൂൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. കണ്ടോ കണ്ടോ ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇതിന്റെ ലേഔട്ട് കണ്ടോ, ലേഔട്ടിൽ കംപ്ലീറ്റ്ലി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഹെഡർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നാവിഗേഷൻ ബാർ ഉണ്ട്. നാവിഗേഷൻ ബാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. ഇവിടുന്ന് സൈഡ് ബാർ എന്ത് ചെയ്തിട്ടുണ്ട്,
റിമൂവ് ആയിട്ടുണ്ട്. സൈഡ് ബാർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ടോഗിൾ ബട്ടൺ. ഈ ടോഗിൾ ബട്ടൺ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ ബട്ടൺ കണ്ടോ, സൈഡ് ബാർ ഇവിടെ ഓപ്പൺ ആയി. ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ബാർ ഡിസേബിൾ ആയി. ഓക്കെ, താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിന്റെ ലേഔട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിപ്പോയി. ഇനി ഐഫോൺ SE ഉള്ളത് ഞാൻ എന്ത് ചെയ്തു, ഒരു iPhone 14 Pro Max എടുത്തു. കേട്ടോ, വീണ്ടും അതിന്റെ ലേഔട്ടിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് വീണ്ടും മാറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു iPad mini എടുത്തു. ഓക്കെ, iPad mini എടുത്തപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്തു, സ്റ്റൈലിൽ വ്യത്യാസം വന്നു. കാണുന്നുണ്ടോ? ഓക്കെ, iPad mini ഞാൻ iPad Air അല്ലെങ്കിൽ Pro Air എടുത്തു എന്ന് എഴുതാം. iPad Air എടുത്തു, ഞാൻ iPad Pro എടുത്തു. ഓക്കെ, iPad Pro എടുത്തപ്പോൾ കണ്ടോ, നമുക്ക് സൈഡ് ബാറും വന്നു, ഹെഡറും വന്നു, അതുപോലെ തന്നെ കോണ്ടന്റ് കാര്യങ്ങളെല്ലാം സാധാരണ നമ്മൾ എങ്ങനെയാണോ ലാപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയത് അതേ സ്ക്രീൻ, അതേ സൈസ്, അതേ ലേഔട്ടിൽ തന്നെ നമുക്ക് iPad Pro ഡിസ്പ്ലേ ആയി. മീൻസ് അതൊരു ഒരു പെർട്ടിക്കുലർ ഒരു ബ്രേക്ക് പോയിന്റ് എന്ന് പറയാം. അതായത് ഒരു ഇത്ര ബ്രേക്ക് പോയിന്റ് വരെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ വിടുത്ത് വരെ അതെന്ത് ചെയ്യും, ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ലേഔട്ട് എടുക്കും. അതിന്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ ലേഔട്ട് വീണ്ടും ചേഞ്ച് ആവും. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഇവിടെ iPad Pro വരെ 1024 പിക്സൽ വിടുത്ത് വരുന്ന വരെയാണ്. ഇത് മുതലാണ് 1024 മുതലാണ് സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ലേഔട്ട് നമ്മുടെ W3 സ്കൂൾ വെബ്സൈറ്റ് എന്ത് ചെയ്യണത്, അക്യൂർ ചെയ്യണത്. അതായത് iPad Pro എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസിന്റെ വിടുത്ത് വരുന്നത് 1024 പിക്സലാണ്. ഈ 1024 പിക്സൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡിവൈസ് കേട്ടോ, ഓക്കെ, ഈ ഒരു സ്ക്രീൻ വിഡ്ത്തിൽ 1024 പിക്സലില് നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ W3 സ്കൂൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക ഇതുപോലൊരു സൈഡ് ബാർ വ്യൂ ഉണ്ടാവും, അതേപോലെ തന്നെ ഹെഡർ ഉണ്ടാവും. ഈ ഒരു സ്റ്റൈലിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ലേഔട്ടിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇനി ഇത് 1024 മുകളിലോട്ട് എത്ര പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്റ്റൈൽ തന്നെ ആയിരിക്കും, ഈ ഒരു ലേഔട്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, W3 സ്കൂള് ഫോളോ ചെയ്യാം. പക്ഷെ 1024 താഴോട്ട് വരുന്ന സമയത്ത് iPad മിനിയിലോട്ട് വന്നു അല്ലെങ്കിൽ എയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെന്ത് 820 ആയി. അതിന് താഴോട്ട് വരുന്ന സമയത്ത് എന്തായി, സ്റ്റൈല് മാറി. ഓക്കെ, ഇനി ഇതിന്റെ താഴോട്ട് ഫുള്ള് എന്തെന്നെ ആയിരിക്കും, നമുക്ക് ഈ ഒരു സ്മോൾ സ്ക്രീനിൽ എങ്ങനെയാണോ വിസിബിൾ ആവുന്നത് ആ രീതിയിലായിരിക്കും. ഇവിടെ ടോഗിൾ ബട്ടൺ വന്നു കണ്ടോ, മറ്റേ സൈഡ് ബാർ എന്തായി, ഡിസേബിൾ ആയി അല്ലെങ്കിൽ ഹൈഡ് ആയി പോയി. ഇത്തരത്തിലുള്ള ചേഞ്ചസ് വന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഡിവൈസസിലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് വിസിബിലിറ്റി ഉണ്ടാവണം. എവിടെയെങ്കിലും കട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പേർപ്പസ് തന്നെ അവിടെ നടക്കൂല, അല്ലെ? മാത്രമല്ല ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റുകളെല്ലാം നമ്മൾ പരമാവധി ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത് ഏത് ത്രൂ ആണ്, നമ്മുടെ സ്മാർട്ട് ഫോൺ ത്രൂ ആയിരിക്കും, അല്ലെ? അപ്പൊ സ്മോൾ ഡിവൈസസിലോട്ട് എത്രയും കോമ്പാറ്റബിൾ ആയിട്ട് ആവണം നമ്മളുടെ വെബ്സൈറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഡിവൈസസിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ സ്ക്രീനിലോട്ട് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സ്ക്രീനിൽ അത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെറിയ ആ സ്ക്രീനിന്റെ ലേഔട്ടിലോട്ട് നമ്മൾ ഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാല് ഇത്തരത്തിൽ ഒരൊറ്റ വെബ്സൈറ്റിന് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ ചെറിയ സ്ക്രീനിലോട്ട് വരുന്നതിനനുസരിച്ച് അതിന്റെ ലേഔട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഉണ്ടോ, ലേഔട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. മീൻസ് അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ വിടുത്തുകൾ, ഈ പറഞ്ഞ പോലെ ചില എലമെന്റ്സുകൾ നമ്മൾ ഹൈഡ് ചെയ്യും, അത് ചിലത് ടോഗിൾ ബട്ടൺ ആക്കിയിട്ട് കൊടുക്കും, ചിലതിന്റെ ഈ പറഞ്ഞ പോലെ ചിലത് എന്ത് ചെയ്യും, ഒരേ ലൈനിൽ തന്നെ 2-3 ഐറ്റംസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, സ്റ്റാക്ക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ആയിട്ട് അതിന്റെ കോമ്പണൻസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് ഒരുപാട് ചേഞ്ചസ് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റുകളിൽ വരുത്തേണ്ടതായിട്ട് വരും, അതിന്റെ ഡിവൈസിന്റെ വിഡ്ത്തിന്, സ്ക്രീൻ വിഡ്ത്തിനനുസരിച്ച്. അതിനെയാണ് നമ്മൾ എന്താ പറയാ, റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ എല്ലാ ഡിവൈസസിലോട്ടും അതിന്റെ സ്ക്രീൻ വിഡ്ത്തിനനുസരിച്ച് ഫിറ്റ് ആയി കിടക്കുന്ന ഡിസൈൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ റെസ്പോൺസീവ് ആക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് കണ്ടെയ്നറും കണ്ടെയ്നർ ഫ്ലൂയിഡും ആണ്. കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നമുക്ക് എന്താണ്,
റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ക്ലാസ്സസ് ആണ്. മീൻസ് രണ്ടും ഒരു ബോക്സസ് ക്രിയേറ്റ് ചെയ്യും. മീൻസ് അതിനൊന്നും നമ്മൾ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ട് വിഡ്ത്തുകൾ മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മീൻസ് അതെന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും എന്നുള്ളതാണ് ഇതിൽ റെസ്പോൺസീവ് കണ്ടെയ്നേഴ്സ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ കണ്ടെയ്നർ ക്ലാസ് ഉണ്ട്, കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ് ഉണ്ട്. കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ പ്രൊവൈഡ്സ് എ റെസ്പോൺസീവ് ഫിക്സഡ് വിഡ്ത്ത് കണ്ടെയ്നർ. കണ്ടെയ്നർ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിഡ്ത്ത് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഫിക്സഡ് വിഡ്ത്ത് കണ്ടെയ്നർ ആണ് ഇതിന് വരുന്നത്, കണ്ടെയ്നർ ക്ലാസ്സിൽ നമുക്ക് കിട്ടുക. അതിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇത്ര വിഡ്ത്ത് എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വിഡ്ത്ത് എന്തേ ഉള്ളൂ, ഒരു മാക്സിമം വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ത്ത് ഉണ്ടാവും. ആ ഒരു വിഡ്ത്ത് മാത്രമേ എന്തേ ഉള്ളൂ, മാക്സിമം പോയി കഴിഞ്ഞാൽ അതിന്റെ ഈ കണ്ടെയ്നർ ക്ലാസ് എടുക്കുള്ളൂ. പക്ഷെ കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എത്ര വലിയ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ആ വലിയ സ്ക്രീനിൽ അതിന്റെ സ്ക്രീൻ വിഡ്ത്ത് എത്രയാണോ അത്രയും വിഡ്ത്ത് എടുത്തിട്ടാണ് കണ്ടെയ്നർ ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആവുക. മീൻസ് അതിന്റെ സ്ക്രീൻ വിഡ്ത്ത് ചെറുതാവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ കണ്ടെയ്നർ ഫ്ലൂയിഡും ചെറുതായിക്കൊണ്ടിരിക്കും. മീൻസ് അത് എങ്കിൽ പോലും അത് എന്ത് ചെയ്യും, എല്ലാ സ്ക്രീനിലും ഫുൾ വിഡ്ത്ത് എടുത്തിട്ടായിരിക്കും കണ്ടെയ്നർ ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആവുക. പക്ഷേ കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ വിഡ്ത്ത് വരെ എന്ത് ചെയ്യും, ഫുൾ വിഡ്ത്ത് എടുക്കും. പക്ഷെ അതിന്റെ മുകളിലോട്ട് ലാർജർ സൈസിലോട്ടൊക്കെ വരുന്ന സമയത്ത് അതിന്റെ സൈസ്, കണ്ടെയ്നറിന്റെ സൈസസ് എന്ത് ചെയ്യും, ഫിക്സഡ് ആയിട്ട് മാറും. പിന്നെ അതിന്റെ മുകളിലോട്ട് അതിന്റെ സൈസസ് വിഡ്ത്ത് എന്ത് ചെയ്യില്ല, ഗ്രോ ചെയ്യൂല. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ഈ കാണുന്നതാണ്. നമുക്ക് ഇതാണ് കണ്ടെയ്നർ ക്ലാസ് അല്ലെങ്കിൽ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബോഡി ആണെന്ന് കരുതുക. ഓക്കെ, നമ്മുടെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ വിഡ്ത്ത് ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കണ്ട ഈ ഒരു രീതിയിൽ കണ്ടെയ്നറിന് മാക്സിമം വിഡ്ത്ത് ഇത്ര പോലെ എടുത്തിട്ടുള്ളൂ, ഈ അറ്റത്തിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ അത് എലമെന്റ്സുകൾ എന്ത് ചെയ്യും, ഈ ഒരു രീതിയിൽ എലമെന്റുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആ ബോക്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ത് ചെയ്യും, ഒരു മാക്സിമം വിഡ്ത്ത് എടുത്തിട്ടായിരിക്കും നിൽക്കുക. പക്ഷേ നമ്മൾ കണ്ടെയ്നർ ഫ്ലൂയിഡ് അതേ വിഡ്ത്തുള്ള സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടെയ്നർ ഫ്ലൂയിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഫുൾ വിഡ്ത്ത് എടുത്തിട്ടായിരിക്കും ഡിസ്പ്ലേ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ VS കോഡിലോട്ട് വരുന്നു. ഓക്കെ, ഞാൻ ഇതിൽ ജസ്റ്റ് മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു HTML ഫയൽ എടുത്തു. അതിൽ കണ്ടോ, ഞാൻ ഹെഡ് ഫയലിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് അല്ലെ, CDN ആഡ് ചെയ്യണം എന്നുള്ളത്. ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ CDN ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ CDN ആണ് ഞാൻ ഇവിടെ ഹെഡ് സെക്ഷനിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബോഡി സെക്ഷനിലോട്ട് ഞാൻ ഇതിന് ജസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ലൈവ് സെർവർ ഇനേബിൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ഓക്കെ, അപ്പൊ അതിന് റൈറ്റ് ക്ലിക്ക് എടുക്കുന്നു, ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ഇല്ലേ അതെടുക്കുക. ഓക്കെ, ലൈവ് സെർവർ എടുത്തു. പക്ഷെ ഇപ്പൊ ബ്ലാങ്ക് പേജ് ആണ്, കാരണം അതിലൊന്നുമില്ല, നമ്മളൊന്നും കൊടുത്തില്ല ബോഡിയിൽ. അത് കാരണമാണ് ബ്ലാങ്ക് പേജ് വന്നിട്ടുള്ളത്. ഇനി ഈ ബോഡി സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ബോക്സ്, ഒരു കണ്ടെയ്നർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടെയ്നർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഡിവിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു H1 കൊടുത്തു. ഓക്കെ, ഹലോ ബൂട്ട്സ്ട്രാപ്പ്. ഓക്കെ, അപ്പോ ഞാൻ ആ ബോക്സിനുള്ളിൽ ജസ്റ്റ് ഒരു H1 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബ്രൗസറിൽ വന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഹലോ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരു ഹെഡിങ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ബോക്സിന് പ്രത്യേകിച്ച് സൈസ് ഒരു സ്റ്റൈലൊന്നും വന്നിട്ടില്ല, അല്ലെ ബോക്സ് അവിടെ ഡിസ്പ്ലേ ആയിക്കണമെന്ന് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ നമ്മൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ് കോൾ ചെയ്യാണ്. കണ്ടെയ്നർ ക്ലാസ് കോൾ ചെയ്തു. ഓക്കെ, കോൾ ചെയ്ത സമയത്ത് ഈ സാധനം എന്ത് ചെയ്തു, കുറച്ച് ഇങ്ങോട്ട് മാറി അല്ലെ, ലെഫ്റ്റിൽ നിന്ന് സ്പേസ് എടുത്തിട്ട് എന്ത് ചെയ്തു, കുറച്ച് ഇങ്ങോട്ട് മാറി. ഓക്കെ, അതിന് കാരണം എന്താ അറിയോ, കാരണം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതിന് കാരണം അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ആ ബോക്സിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആണ് എന്ത്, BG പ്രൈമറി അല്ലെങ്കിൽ BG സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ കണ്ടോ,
ഈ കണ്ടെയ്നർ ക്ലാസ് കൊടുത്ത സമയത്ത് കണ്ടോ ഈ ഒരു ബോക്സ് എന്തായി സെൻട്രലായും ചെയ്തു, മാത്രല്ല അതിന്റെ വിഡ്ത്ത് കുറഞ്ഞു ചെയ്തു. കണ്ടോ ഫുൾ വിഡ്ത്ത് എടുത്ത് നിൽക്കേണ്ട സാധനം കണ്ടെയ്നർ ക്ലാസ് വിളിച്ച സമയത്ത് കണ്ടെയ്നറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്തു കുറഞ്ഞു, അല്ലെങ്കിൽ മാക്സിമം വിഡ്ത്ത് എന്തായി കുറച്ചിട്ട് എന്ത് ചെയ്തു അതിനെ സെൻട്രലാക്കിയിട്ട് പ്ലേസ് ചെയ്തു. മനസ്സിലാവുണ്ടോ? ഇനി ഞാനിത് ഇൻസ്പെക്ട് എടുക്കുകയാണ്. ഇൻസ്പെക്ട് എടുത്തിട്ട് ഇൻസ്പെക്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു വിഡ്ത്തിലൊക്കെ എന്തിനാണ് 1275 പിക്സലാണ് ഇപ്പൊ ഇതിന്റെ വിഡ്ത്തുള്ളത്. ഈ സമയത്ത് ഇതിന്റെ വിഡ്ത്ത് എന്താണ് അല്ലെ, ഒന്ന് കട്ടായിട്ടൊക്കെ എടുക്കണം, ഫുൾ വിഡ്ത്ത് ആയിട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കണം. ഓക്കെ, ഒന്ന് ചെറുതാക്കി നോക്കാം. കണ്ടോ ചെറുതാക്കി, അപ്പോഴും എന്തിനാണ് അതിനനുസരിച്ച് വിഡ്ത്ത് ഇങ്ങനെ ചെറുതായി വന്നു. ഒരു പരിധി വരെ ഇത് ചെറുതാവുള്ളൂ, പിന്നെന്താവൂല ചെറുതാവില്ല, പിന്നെ എന്താ ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആവും. കണ്ടോ ഇപ്പൊ എന്താണ് സ്ക്രീനിന്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആയി. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും ചെക്ക് ചെയ്യാം. ഐഫോൺ എസ് എടുത്ത് നോക്കി, കണ്ടോ ഫുൾ വിഡ്ത്ത് ആണ്. ഐഫോൺ 12 പ്രോ എടുത്ത് നോക്കി, ഫുൾ വിഡ്ത്ത് ആണ്. പിക്സൽ 7 എടുത്ത് നോക്കി, ഫുൾ വിഡ്ത്ത് ആണ്. ഐപാഡ് മിനി എടുത്ത് നോക്കി, കണ്ടോ അവിടെ നമുക്ക് മാക്സിമം വിഡ്ത്ത് എത്രയാണോ അത് ആ മാക്സിമം വിഡ്ത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എടുക്കുള്ളൂ. സ്ക്രീനിന്റെ വിഡ്ത്ത് അതിനേക്കാൾ വലുതാവുന്ന സമയത്ത് ആ മാക്സിമം വിഡ്ത്ത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും ഡിസ്പ്ലേ ആവുന്നുള്ളതാണ്. ഇതാണ് കണ്ടെയ്നേഴ്സിന്റെ പ്രത്യേകത. മാത്രല്ല ഇവിടെ ഞാൻ ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ് വിളിച്ചു കഴിഞ്ഞെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും പാഡിങ് എടുക്കും. ഓക്കെ, പാഡിങ് എന്താണെന്ന് അറിയില്ലേ അല്ലെ? അതായത് ഒരു എലമെന്റിന്റെ ബോർഡറിൽ നിന്നും അതിന്റെ ഇൻസൈഡ് ഉള്ള എലമെന്റ്സിനെ എന്ത് ചെയ്യാണ് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഒരു സ്പേസ് എടുത്തിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമുക്ക് പാഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ ബോർഡറിൽ നിന്നും ഈ എലമെന്റിനെ കുറച്ച് ഉള്ളിലോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അല്ലെ, അപ്പൊ അതിന് പാഡിങ് കൊടുക്കണ്ടേ? പക്ഷെ നമ്മൾ ഇവിടെ പാഡിങ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ് എന്താ വെച്ചാൽ ബൂട്ട്സ്ട്രാപ്പ് തരുന്ന സമയത്ത് കണ്ടെയ്നർ ക്ലാസ്സിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാഡിങ് ഓട്ടോമാറ്റിക്കലി എടുക്കും. പക്ഷെ ടോപ്പ് ആൻഡ് ബോട്ടം പാഡിങ് എന്ത് ചെയ്യുന്നില്ല, എടുക്കണില്ല. അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം പാഡിങ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, PT1. ഓക്കെ, PT1 എന്ന് പറയുമ്പോൾ എന്താണ് പാഡിങ് ടോപ്പ് 1. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ടിൽ പാഡിങ് എടുക്കും. PT2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വന്നോ. PT3 ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പാഡിങ് ടോപ്പിലെടുക്കും. PT4 ആകുമ്പോഴോ കുറച്ചും കൂടി കൂടുതൽ പാഡിങ് ടോപ്പിലെടുക്കും. PT5 ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ എടുക്കും. ഓക്കെ, ഒരു ലാർജ് എമൗണ്ട് ഓഫ് സ്പേസ് അല്ലെങ്കിൽ പാഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് 5 വരെ പോകുന്നത്. 6 കൊടുത്തു കഴിഞ്ഞാലോ 6 എടുക്കൂല. കാരണം ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് 1 to 5 വരെയാണ് എന്ത് പാഡിങ് എമൗണ്ട് തരുന്നുള്ളൂ. 5 വരെ ഫിഗേഴ്സ് വരുന്നുള്ളൂ, അതിന്റെ മുകളിലോട്ട് ഫിഗേഴ്സ് എടുക്കൂല. ഓക്കെ, ദെൻ ഈ PT എന്നുള്ളത് നമുക്ക് താഴെയും കൂടി കൊടുക്കണം എന്ന് കരുതുക. ഇതേ പാഡിങ് എന്ത് ചെയ്യും മുകളിലും താഴെയും കൊടുക്കണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ PB എന്താണ് PB, അതായത് പാഡിങ് ബോട്ടം 5. കണ്ടോ ബോട്ടം എന്ത് ചെയ്തു അടിക്കും 5 എടുത്തു. ഇനി ലെഫ്റ്റിക്ക് വേണമെങ്കിലോ PL പാഡിങ് ഫുൾ എല്ലാ സൈഡിലും വേണമെന്ന് കരുതുക. ഓക്കെ, എല്ലാ സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ P5 കൊടുക്കുക. കേട്ടോ, അപ്പൊ എന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ സാധാരണ രീതിയിലോട്ട് വന്നു. ഇനി എല്ലാ സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ P5 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും വരും. എല്ലാ സൈഡിലും P3 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമുക്ക് ഈ എലമെന്റ്സിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഫിക്സഡ് വിഡ്ത്ത് ഉള്ള ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടെയ്നർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലാർജർ സ്ക്രീനിലോട്ട് എന്ത് ചെയ്യും ഫിക്സഡ് വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആവും, സ്മോളർ സ്ക്രീനിലോട്ട് ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആവും. മീൻസ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് വിഡ്ത്ത് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാനാണ് കണ്ടെയ്നർ ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് കണ്ടെയ്നർ ഫ്ലൂയിഡ്. ഓക്കെ,
കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ഡിവ് ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹലോ കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുത്തു. ഓക്കെ, ഇത് ജസ്റ്റ് H1 ഉള്ളിലാക്കി കൊടുക്കട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കൊടുക്കാം. ക്ലാസ് ജസ്റ്റ് കണ്ടെയ്നർ ആണ് ഞാൻ കൊടുക്കുന്നത് എഴുതുക. കണ്ടെയ്നർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം എടുത്തു വന്നു. ഇവിടെ BG സെക്കൻഡറി കൊടുത്തു വെക്കാം. ഓക്കെ, സെക്കൻഡറി ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. വാണിംഗ് കൊടുക്കാം. ഓക്കെ, യെല്ലോ കളർ വന്നു. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അല്ലെങ്കിൽ ബട്ടന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, BTN പ്രൈമറി, BTN സെക്കൻഡറി, BTN വാണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടും വരുന്നത്. ഓക്കെ, പക്ഷെ BG എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. BG വാണിംഗ്, BG പ്രൈമറി എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, അപ്പോ ഇവിടെ BG വാണിംഗ് വിളിച്ചപ്പോ എന്ത് ചെയ്തു, ഫിക്സഡ് വിഡ്ത്ത് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, ലാർജ് സ്ക്രീനിലോട്ട് ഫിക്സഡ് വിഡ്ത്ത്. ഇനി ഇതേ സാധനത്തിന് ഞാൻ എന്ത് കണ്ടെയ്നർ ഫ്ലൂയിഡ് ആക്കി കഴിഞ്ഞാൽ, കേട്ടോ, കണ്ടെയ്നർ ഫ്ലൂയിഡ് ആക്കിയപ്പോ എന്തായി, സ്ക്രീൻ വിഡ്ത്ത് എത്രയാണോ അത്രയും വിഡ്ത്ത് ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എലമെന്റിന് സ്പേസ് എടുത്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടാണ് ഡിസ്പ്ലേ ആവുന്നത്. ഇനി ഇത് എല്ലാ സ്ക്രീനിലോട്ടും എന്ത് തന്നെ ആയിരിക്കും, ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ആവുക. കണ്ടോ, മറ്റേതിന് എന്ത് ചെയ്തു, കണ്ടെയ്നർ ആണെങ്കിൽ ഒരു മാക്സിമം വിഡ്ത്ത്, മാക്സിമം ഫിക്സഡ് വിഡ്ത്ത് എടുത്തിട്ടാണ് ഡിസ്പ്ലേ ആവുക. ചെറിയ സ്ക്രീനിലോട്ട് ആകുമ്പോഴേ അത് ഫുൾ സ്ക്രീൻ ആയിട്ട് വരുള്ളൂ. കണ്ടോ, കണ്ടോ. ഓക്കെ, ഇത് എത്ര വലിയ സ്ക്രീൻ ആണെങ്കിലും കണ്ടെയ്നർ ഫ്ലൂയിഡിൽ എന്തെടുക്കും, ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് മാത്രമേ ഡിസ്പ്ലേ ആകും. മനസ്സിലാണ്ടോ? ഇതാണ് എന്ത് കണ്ടെയ്നർ ഫ്ലൂയിഡും. ഓക്കെ, പാഡിങ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ അടുക്ക് ആവശ്യമുള്ള മാർജിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ നമുക്ക് ഒരു ഡിവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിവ് കൂടി എന്ത് ചെയ്യും, ഒരുമിച്ച് വരും അല്ലെ, ഒരുമിച്ച് വരും. ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് ഒന്ന് എക്സ്റ്റെൻഡ് ആവുന്നതിനെ കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് രണ്ട് ഡിവ് ക്രിയേറ്റ് ചെയ്യാം, രണ്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക, ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക. സാധാരണ CSS കേട്ടോ, രണ്ടിനും ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക, രണ്ടിനും ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുക്കുക. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ആ രണ്ട് ബോക്സിന്റെ അടുക്ക് കാണാൻ പറ്റൂല. രണ്ടും കൂടി ജോയിന്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും, ഒരുമിച്ചായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, മീൻസ് അതിന്റെ മാർജിൻ കൊടുത്തിട്ടില്ല. മാർജിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് CSS മാർജിൻ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർജിൻ എടുക്കുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ഈ രണ്ട് എലമെന്റ് തമ്മിൽ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ സ്പേസ് ആര് കൊടുക്കുന്നതാണ്, ബൂട്ട്സ്ട്രാപ്പ് ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ബൂട്ട്സ്ട്രാപ്പ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബൂട്ട്സ്ട്രാപ്പ് കണ്ടെയ്നേഴ്സിൽ തന്നെ നമുക്ക് റെസ്പോൺസീവ്നെസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫിക്സഡ് കണ്ടെയ്നേഴ്സിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കണ്ടോ, മാക്സിമം വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. എപ്പോഴും ഒരു പോയിന്റ് വരെ ഫിക്സഡ് കണ്ടെയ്നർ ക്ലാസ് എങ്ങനെ വർക്ക് ചെയ്യാം, ഒരു പോയിന്റ് വരെ 100% ആയിരിക്കും. ആ ഒരു പോയിന്റിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യും, ഫിക്സഡ് വിഡ്ത്ത് എടുക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് എങ്ങനെയാണ് വിഡ്ത്ത് എടുക്കുന്നത് എന്നുള്ളതാണ്. മാക്സിമം വിഡ്ത്ത് എക്സ്ട്രാ സ്മോൾ, അത് 576 പിക്സലിന് താഴെയാണെങ്കിൽ 100% വിഡ്ത്ത് എടുത്തിട്ടായിരിക്കും കണ്ടെയ്നർ ക്ലാസ് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അതായത് 576 അല്ലെങ്കിൽ അതിന് മുകളിലോ പിക്സൽ വിഡ്ത്ത് വരികയാണെന്നുണ്ടെങ്കിൽ 540 മാക്സിമം വിഡ്ത്ത് ആയിട്ട് ഈ കണ്ടെയ്നർ ക്ലാസ് മാറും. ഓക്കെ, അപ്പോൾ 768 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ വരികയാണ് അതിന്റെ സ്ക്രീനിന്റെ വിഡ്ത്ത് എന്ന് കരുതുക. മീൻസ് നമുക്ക് ടാബ്ലറ്റ് ഇതിലൊക്കെ വേണം ഓപ്പൺ ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എത്ര എടുക്കും, 720 പിക്സൽ എടുക്കും. ഓക്കെ, കണ്ടെയ്നറിന്റെ വിഡ്ത്ത് എത്ര ആവും, 720 പിക്സൽ ആവും. ഓക്കെ, ലാർജിലോട്ട് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 992 അല്ല 992 പിക്സലിന്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആണ് സ്ക്രീനിന്റെ വിഡ്ത്ത് എന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിന്റെ വിഡ്ത്ത് 960 എടുക്കും, മാക്സിമം വിഡ്ത്ത് ആയിട്ട് എടുക്കും. അതിന്റെ മുകളിലോട്ട് കയറൂല. പിന്നെ എപ്പോഴാണ് അതിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാം,
എക്സ്ട്രാ ലാർജ് അല്ലെങ്കിൽ 1200 പിക്സലിലോട്ട് വരുന്ന സമയത്താണ് അതിന്റെ വിടുത്ത് 1740 ആവുക. അതുവരെ എന്ത് തന്നെയായിരിക്കും 992 മുതൽ 1200 താഴെ വരെ എന്ത് തന്നെയായിരിക്കും 960 പിക്സലായിരിക്കും വിടുത്തെടുക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ 1400 പിക്സൽ വരെ പിക്സൽ അതിന്റെ മുകളിലോട്ട് ആവുന്ന സമയത്ത് 1320 പിക്സലായിട്ട് മാറും അതിന്റെ വിടുത്ത്, കണ്ടെയ്നറിന്റെ വിടുത്ത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഓരോ ബ്രേക്ക് പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും. ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 576 ഒരു ബ്രേക്ക് പോയിന്റ് ആണ്, 768 ഒരു ബ്രേക്ക് പോയിന്റ് ആണ്, 992 ഒരു ബ്രേക്ക് പോയിന്റ് ആണ്. ഓക്കെ, അതായത് എത്രയാണോ സ്ക്രീനിന്റെ വിടുത്ത്, ഏത് വിടുത്ത് വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ബ്രേക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കണ്ടെയ്നേഴ്സിന് നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുകൂടി പറഞ്ഞുതരാം. ബോർഡർ കൊടുക്കുന്നത് എങ്ങനെ കണ്ടോ, ബോർഡർ. ഓക്കെ, അന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് BG ഞാൻ തൽക്കാലം ഒഴിവാക്കി ബോർഡർ ആക്കി കൊടുത്തു. ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ, ഇതിനൊരു ബോർഡർ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു നൈസ് ആയിട്ടുള്ള ഒരു ബോർഡർ വന്നത് കണ്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ BG ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് വരും. ഓക്കെ, ഞാൻ അതിന്റെ ടെക്സ്റ്റിന്റെ കളർ കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് വൈറ്റ്. കണ്ടോ, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ടെക്സ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് വാണിംഗ് കൊടുത്താലോ, ഇല്ല. ഓക്കെ, ടെക്സ്റ്റ് ഡേഞ്ചർ കൊടുത്താലോ, റെഡ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, CSS എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ക്ലാസ്സസ് ഇങ്ങനെ വിളിച്ചു നോക്കിയാൽ മതി. എവിടുന്ന് ഈ ക്ലാസ്സസ് കിട്ടുക, ജസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യണം. ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം, ഹൗ ടു ചേഞ്ച് ടെക്സ്റ്റ് കളർ ടു ഗ്രീൻ ഇൻ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊന്ന് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് 5, അവിടെ ബൂട്ട്സ്ട്രാപ്പ് 5 കണ്ടോ. അല്ലെങ്കിൽ W3 School എടുക്കാം, അതല്ലെങ്കിൽ G4G എടുക്കാം, അതല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ എടുക്കാം, ഏത് എടുക്കാം. തൽക്കാലം ഇവിടെ G4G എടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇൻഡിക്കേറ്റ്സ് ടാസ്ക് സക്സസ് വിത്ത് ഗ്രീൻ ടെക്സ്റ്റ്. ഓക്കെ, ഗ്രീൻ ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് സക്സസ് കൊടുക്കാന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് സക്സസ്, ഡേഞ്ചർ ഉള്ളത് ഞാൻ മാറ്റിയിട്ട് സക്സസ് ആക്കി കൊടുത്തു. ഓക്കെ, വന്നിട്ടുണ്ട്. കണ്ടോ, ഗ്രീൻ കളറിലാണ് ഇപ്പൊ ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താണോ ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ്സസ് നമുക്ക് എന്തൊക്കെ പേരിലാണ് ഈ ക്ലാസ്സസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ വഴിയില്ല അല്ലെ. അറിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ ചെയ്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, കണ്ടോ, ഇനി അതൊന്നും മാത്രമല്ല, ഇഷ്ടംപോലെ ടെക്സ്റ്റ് പ്രൈമറി ഉണ്ട്, ടെക്സ്റ്റ് ഇൻഫോ ഉണ്ട്, ടെക്സ്റ്റ് വാർണിംഗ് ഉണ്ട്, ടെക്സ്റ്റ് ഡേഞ്ചർ, സെക്കൻഡറി, വൈറ്റ്, ഡാർക്ക്, ടെക്സ്റ്റ് ബോഡി, ലൈറ്റ്, മ്യൂട്ടഡ്, ഇങ്ങനെ ഇഷ്ടംപോലെ അല്ലെങ്കിൽ ഒത്തിരി ക്ലാസ്സസ് നമുക്ക് ആര് തരുന്നുണ്ട്, ബൂട്ട്സ്ട്രാപ്പ് 5 തരുന്നുണ്ട്. ബൂട്ട്സ്ട്രാപ്പ് 5 കളർ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാം നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓരോന്ന് മാറ്റി മാറ്റി ചെയ്ത് നോക്കുക. ഞാൻ എല്ലാം മാറ്റാൻ നിൽക്കുന്നില്ല, മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് ഒത്തിരി കൂടുന്നുള്ളതിനെ കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് എലമെന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കണ്ടെയ്നേഴ്സ് തമ്മിൽ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്തരത്തില് സ്പേസ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്പേസ് വേണം, അല്ലെങ്കിൽ ഇത്ര സ്പേസ് പോരാ, നമുക്ക് കുറച്ചുകൂടി സ്പേസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പേസസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാർജിൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് M5 കൊടുത്ത് നോക്കാം. കണ്ടോ, M5 എന്ന് പറയുമ്പോൾ
കേട്ടോ 4 സൈഡിലും ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും ബോട്ടമിലും എന്ത് ചെയ്യും ഒരേ മാർജിൻ എടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് മാർജിൻ ഇനി മേലെ മാത്രം വരണം എന്ന് കരുതുക. മാർജിൻ ടോപ്പ് 5 കൊടുക്കുക കേട്ടോ. മറ്റുള്ള ലെഫ്റ്റിലും റൈറ്റിലും എടുത്തില്ല, എവിടെ മാത്രം എടുത്തു, ടോപ്പിൽ മാത്രം എടുത്തു. ഓക്കെ, ഇനി മേലെയും താഴെ നമുക്ക് എടുക്കണം എന്ന് കരുതാം. അപ്പൊ ഇവിടെ മാർജിൻ ടോപ്പ് ഞാൻ ജസ്റ്റ് ഇതേ സാധനത്തിൽ തന്നെ ഞാൻ ഒന്നുകൂടി ഇവിടെ കോപ്പി എടുത്തിട്ടോ. രണ്ടെണ്ണം ഒരുമിച്ച് കണ്ടോ, ചെറിയ മാർജിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് മാർജിൻ MT കൊടുത്തു 5 കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് എലമെന്റ്സ് തമ്മിൽ അത്യാവശ്യം നല്ല സ്പേസ് ആയി അല്ലേ, മാർജിൻ ടോപ്പ്. ഇനി താഴെ നമുക്ക് മാർജിൻ അതേമാതിരി എടുക്കണം എന്നുണ്ടെങ്കിൽ മാർജിൻ ബോട്ടം. ഓക്കെ, അത് എവിടെ കൊടുത്തിട്ടുള്ളത്, ഇതിന് മാത്രം കൊടുത്തിട്ടുള്ളൂ, രണ്ടാമത്തിന് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ മാർജിൻ ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയൂല. ഓക്കെ, മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞപ്പോ ഇതിനെ നമ്മൾ കൊടുത്തു, ഇതിന്റെ താഴേക്ക് എലമെന്റ് ഇല്ലല്ലോ, അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല മാർജിൻ ബോട്ടം വന്നിട്ടുണ്ടാവുന്നത്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്തു, മാർജിൻ ബോട്ടം 5 കൊടുത്തു. ഓക്കെ, അതായത് ഈ എലമെന്റിന് മാർജിൻ ബോട്ടം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അതിന്റെ താഴെ എലമെന്റിന് കുറച്ചുകൂടി സ്പേസ് എടുത്തു. ഓക്കെ, അങ്ങനെ മാർജിൻ ബോട്ടം. ഇനി ടോപ്പിലും ബോട്ടമിലും നമുക്ക് മാർജിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മാർജിൻ Y, അതായത് Y ആക്സിസ് ഇല്ലേ, എക്സ് ആൻഡ് Y ആക്സിസ് ഇല്ലേ, അതുപോലെ Y ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ കൊടുക്കാം. അപ്പൊ അതിനാണ് MY യൂസ് ചെയ്യുന്നത്. MY 5 കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, അതായത് ഈ എലമെന്റിനാണ് നമ്മൾ MY കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ടോപ്പിലും 5 മാർജിൻ എടുത്തു, ഇതിന് താഴേക്കും കുറച്ച് മാർജിൻ എടുത്തു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് മാർജിൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂട്ട്സ്ട്രാപ്പിൽ കഴിയും. ഓക്കെ, ദെൻ അടുത്തത് പറയാനുള്ളത് റെസ്പോൺസീവ് കണ്ടെയ്നേഴ്സ് ആണ്. എങ്ങനെ നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് കണ്ടെയ്നർ SM ഉണ്ട്, കണ്ടെയ്നർ MD ഉണ്ട്, കണ്ടെയ്നർ LG ഉണ്ട്, കണ്ടെയ്നർ XL ഉണ്ട്, കണ്ടെയ്നർ XXL ഉണ്ട്. ഇതൊക്കെ എങ്ങനെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ദ മാക്സിമം വിഡ്ത്ത് ഓഫ് ദ കണ്ടെയ്നർ വിൽ ചേഞ്ച് ഓൺ ഡിഫറെന്റ് സ്ക്രീൻ സൈസസ്. ഓക്കെ, സ്ക്രീൻ സൈസസ് ഡിഫറെന്റ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മാക്സിമം വിഡ്ത്തും എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നേഴ്സിന്റെ മാക്സിമം വിഡ്ത്ത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. 576 പിക്സൽ അല്ലെങ്കിൽ ചെറിയ ഡിവൈസസ് ആണെന്നുണ്ടെങ്കിൽ, സ്ക്രീൻ വിഡ്ത്ത് ചെറുതാണെന്നുണ്ടെങ്കിൽ എത്ര എടുക്കും, കണ്ടെയ്നർ SM-ല് 100% എടുത്തെടുക്കും. പക്ഷേ അതിനേക്കാൾ അത് ഏറ്റവും ചെറുതാണെങ്കിൽ ആ ചെറിയ ഡിവൈസസിലോട്ടാണ്, ഇനി അതല്ല അതിനേക്കാളും മുകളിൽ 576 പിക്സലിന് മുകളിലാണ് അതിന്റെ സ്ക്രീൻ വിഡ്ത്ത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം വെടുത്ത് 540 പിക്സൽ എടുത്തിട്ട് മാറും. മനസ്സിലാവുണ്ടോ? മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് 720 പിക്സലായിട്ട് മാക്സിമം എടുത്തെടുക്കും. മീൻസ് എന്താണ്, അതെന്ത് ചെയ്യില്ല, ഫുൾ സ്ക്രീൻ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ വിഡ്ത്ത് ആയിട്ട് വരൂല. ഓക്കെ, കണ്ടെയ്നർ MD ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്മോളിലും സ്മോൾ ഡിവൈസിലും 100% എടുക്കും. മീഡിയം സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് അത് 720 മാക്സിമം വിഡ്ത്ത് ആയിട്ട് വരും. അതുപോലെ തന്നെ കണ്ടെയ്നർ LG എന്ന് പറയുമ്പോൾ 100% എക്സ്ട്രാ സ്മോളിലും മീഡിയത്തിലും 100% എടുക്കും. ദെൻ ലാർജിലോട്ട് വരുന്ന സമയത്ത് 960 പിക്സൽ ഫിക്സ്ഡ് ആയിട്ട് വരും. നോക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ എന്ത് ചെയ്യും, ഏകദേശം കണ്ടെയ്നർ XXL വരെ ഉണ്ട്. XXL ആവുന്ന സമയത്ത് ഏത് വരെ എടുക്കും, എക്സ്ട്രാ ലാർജ് വരെ 100% എടുക്കും. 1400 പിക്സലിന്റെ മുകളിലോട്ടാണ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സ്ഡ് വിഡ്ത്ത് എടുക്കുന്നുള്ളൂ. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ട്രൈ ഇറ്റ് യുവർ സെൽഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പകരം നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇത് കണ്ടെയ്നറുള്ളത് ഞാൻ ഇത് എന്ത് ചെയ്തു, കണ്ടെയ്നർ SM ആക്കി കൊടുത്തു. ഇതാണെങ്കിൽ കണ്ടെയ്നർ ഫ്ലൂയിഡ് ഉള്ളത് ഞാൻ കാണിച്ചുതരാം. ഇതെല്ലാം കണ്ടെയ്നർ ഫ്ലൂയിഡ് ആക്കിയിട്ട് കണ്ടെയ്നർ ആക്കിയരാം. എന്നിട്ട് അതിന് നമുക്ക് റെസ്പോൺസീവ് ആക്കാൻ നോക്കാം. കേട്ടോ, ഇപ്പൊ എല്ലാം ഒരുപോലെയാണ് വന്നിട്ടുള്ളത് അല്ലെ, മാർജിനൊക്കെ കളയാം. എല്ലാവരും വൃത്തി. ഓക്കെ, ഇനി ഇവിടെ കണ്ടെയ്നർ SM എടുത്തു, ഇവിടെ കണ്ടെയ്നർ MD, ഇവിടെ കണ്ടെയ്നർ LG, ഇത്രയും കൊടുത്തു. ഓക്കെ, ഇപ്പോ സ്ക്രീനിന്റെ വിഡ്ത്ത് എല്ലാം മാക്സിമം വിഡ്ത്തിലാണ് വന്നിട്ടുള്ളത്.
ഓക്കെ. ഇനി ഇത് മാക്സിമം എടുത്ത് എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്പെക്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ട് എടുത്തു. ഇൻസ്പെക്ട് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ എന്താണ് മാക്സിമം എടുത്താണ്. എത്ര വലുതായി കഴിഞ്ഞാൽ മാക്സിമം എടുത്തെടുത്തിട്ടുണ്ട്. താഴോട്ട് ചെറുതാവുന്നതിനനുസരിച്ച് നോക്കാം. കണ്ടോ, വീണ്ടും ചെറുതായി, വീണ്ടും ചെറുതായി. കണ്ടോ, ഇവിടെ വെച്ചിട്ട് കണ്ടെയ്നർ SM, ഇത് MD, ഇത് LG. ഓക്കെ. അപ്പൊ LG കണ്ടെയ്നർ ലാർജ് കൊടുത്ത സമയത്ത് ഒരു ഇതാണ് എന്ത് ചെയ്തത് ഏറ്റവും ചെറിയ, അതായത് ഒരു മീഡിയം സൈസ് വരെ നമുക്ക് എന്തെല്ലാം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് ലാർജ്, അതായത് 977 ഒക്കെ ആയപ്പോഴും നമുക്ക് ഇത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഫുൾ സ്ക്രീനിലായി. മറ്റുള്ള രണ്ടും എന്താണ് മാക്സിമം എടുത്തെടുത്തിട്ടാണ് ഡിസ്പ്ലേ ആണത്. ദെൻ ഒന്നുകൂടി ചെറുതായി. ഓക്കെ. അപ്പൊ ഇതെന്താ, ഇതിന്റെ വിടുത്ത് മാക്സിമം വിടുത്ത് ഫിക്സ്ഡ് ആയി. മറ്റുള്ള രണ്ടും എന്തായി 100%ലോട്ട് മാറി. ഇനി ഈ ഏറ്റവും SM ആവുന്ന സമയത്ത് ഏറ്റവും എക്സ്ട്രാ സ്മോൾ ഡിവൈസസിലോട്ട് മാത്രമാണ് എന്ത് ചെയ്യുക ഫുൾ സ്ക്രീൻ എടുക്കുക. അല്ലാത്ത പക്ഷം മാക്സിമം എടുത്തെടുത്തിട്ട് ഡിസ്പ്ലേ ആവും. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സ്ക്രീൻ വരെ ഫുൾ സ്ക്രീൻ എടുക്കും. കണ്ടോ, പിന്നെ മീഡിയത്തിന് മുകളിലോട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മീഡിയം സ്ക്രീനിലോട്ട് ആവുന്ന സമയത്ത് അത് ഫിക്സ്ഡ് വിഡ്ത്ത് മാറും. അതേപോലെ തന്നെ ഇതാണെങ്കിലോ ലാർജ് സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് ഫിക്സ്ഡ് വിഡ്ത്ത് മാറും. ഓക്കെ. അതായത് SM എക്സ്ട്രാ സ്മോൾ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ഡിവൈസസിൽ മാത്രം ഫുൾ വിഡ്ത്ത് എടുക്കുക. സ്മോൾ ഡിവൈസസിലോട്ട് വരുന്ന സമയത്ത് എന്തായി മാറും, ഫിക്സ്ഡ് വിഡ്ത്ത് മാറും. അതേപോലെ MD ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്മോളിലും 100% എടുത്തിട്ട് മീഡിയം ഡിവൈസസിലോട്ട് ഫിക്സ്ഡ് വിഡ്ത്ത് ആവും. ഇതാണെങ്കിൽ LG ആവുന്ന സമയത്ത് എക്സ്ട്രാ സ്മോളിലും മീഡിയം സ്ക്രീനിലും നമുക്ക് 100% വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആവും. പക്ഷെ ലാർജിലോട്ട് വരുന്ന സമയത്ത് ഫിക്സഡ് വിഡ്ത്തിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് റെസ്പോൺസീവ് കണ്ടെയ്നേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്രീൻ സൈസസിനനുസരിച്ച് യു ക്യാൻ ഓൾസോ യൂസ് ദ container SM, MD, large, XL classes to determine when the container should be responsive. എപ്പോഴാണ് ഈ എലമെന്റ് റെസ്പോൺസീവ് ആവേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്പെസിഫൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ദെൻ അതുപോലെ തന്നെ ടൈപ്പോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പോഗ്രഫിയിലെ കളേഴ്സ്. ഓക്കെ. ടെക്സ്റ്റിന്റെ കളേഴ്സും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും. ഓക്കെ. ഈ ബൂട്ട്സ്ട്രാപ്പിൽ BS5 കളേഴ്സ് എന്ന് പറഞ്ഞ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ചില ക്ലാസ്സസ് മാത്രമേ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ വന്നിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ. ടെക്സ്റ്റ് കളേഴ്സും അതേപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും എല്ലാം. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് കളേഴ്സിൽ വന്നാലും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിൽ വന്നാലും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്ലാസ്സസ് ഏതൊക്കെയാന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, BG പ്രൈമറി, BG സക്സസ്, BG ഇൻഫോ, ഇങ്ങനെ ഒത്തിരി ക്ലാസ്സസ് ഉണ്ട്. ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. അത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. ദെൻ ഒരു വർക്ക് ഞാൻ തരുന്നുണ്ട്, അത് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. ഒന്ന് വർക്കിന് വേണ്ടിയിട്ട് ഒന്ന് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഈ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി അഡീഷണൽ ടോപ്പിക്കുകൾ കൊണ്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ദെൻ താങ്ക് യു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ.